കണ്ണൂർ അഴീക്കോട് പുന്നയ്ക്കപ്പാറയിൽ പടക്കം പൊട്ടിത്തെറിച്ച് 9 വയസ്സുകാരന് ദാരുണാന്ത്യം. അമാൻ എന്ന കുട്ടിയാണ് മരിച്ചത്. സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് ആഹ്ലാദ പ്രകടനത്തിനിടെ കുട്ടികൾ പടക്കം പൊട്ടിച്ചപ്പോഴാണ് ഈ അപകടമുണ്ടായത്. 3 കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അജീഷ് ജയകുമാർ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. അജീഷ്, എന്താണ് സംഭവിച്ചത്? ഉന്മേഷ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ അഴീക്കോട് പുന്നയ്ക്കപ്പാറ എന്ന് പറയുന്ന ഈ സ്ഥലത്താണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അവിടെ ഇപ്പോൾ പോലീസും ഉദ്യോഗസ്ഥർ അവിടെ പരിശോധന നടത്തുന്ന ആ സ്ഥലത്താണ് ഈ അപകടം ഉണ്ടായത്. ഇന്ന് സത്യപ്രതിജ്ഞയുടെ ഭാഗമായിട്ട് UDF പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനം ഉണ്ടായിരുന്നു. അതിന് ഈ പടക്കവും ലഡു വിതരണമൊക്കെ ഉണ്ടായിരുന്നു. പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് മറ്റൊരു സ്ഥലത്താണ് ആഹ്ലാദ പ്രകടനം നടന്നത്. കോൺഗ്രസ് ഓഫീസിന് മുന്നിലാണ്. അവിടെ നിന്ന് ഈ കുട്ടികൾ ഈ പൊട്ടിയിട്ട് ബാക്കി വന്ന ചില പടക്കങ്ങളൊക്കെ ഈ കുട്ടികൾ ശേഖരിച്ചു കൊണ്ടുവരികയായിരുന്നു. അതിനുശേഷം ഈ പാർട്ടി ക്രാക്കർ, അത് കുറ്റി പോലിരിക്കുന്ന പാർട്ടി ക്രാക്കറിനകത്ത് ഈ അവശേഷിച്ച പടക്കങ്ങളൊക്കെ ഈ കുട്ടികൾ നിറച്ച് ഈ കാണുന്ന ഈ പോസ്റ്റിന് സമീപത്ത് വെച്ച് അവിടെ വെച്ച് ഇതെല്ലാം കൂടി ഒരുമിച്ച് ഇട്ടതിന് ശേഷം അത് പൊട്ടിക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ആ സമയത്താണ് ഈ പൊട്ടിത്തെറിയിലിടയിൽ ഈ കല്ല് കൊന്ന് ഈ അമാൻ്റെ കഴുത്തിൽ തുളച്ച് കയറി ഗുരുതരമായി പരിക്കേറ്റത്. ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 9 വയസ്സുകാരനാണ് അമാൻ. ഇപ്പോൾ വെക്കേഷനൊക്കെ ആഘോഷിച്ച് നടക്കുന്നതിനിടയിലാണ് ഈ കുട്ടികൾ കാണിച്ചൊരു അബദ്ധത്തിലാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത്. 4 കുട്ടികളായിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നത്. അതിൽ 3 പേർക്ക് നിസ്സാരമായിട്ടുള്ള ഒരു പരിക്കാണ് ഏറ്റിട്ടുള്ളത്. എന്തായാലും ദാരുണമായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ളൊരു സംഭവമാണ് ഇന്നേ ദിവസം ഉണ്ടായത്. അഴീക്കോട് ആണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇതിനടുത്തുള്ള ഒരു കോൺഗ്രസ് ഓഫീസിന് മുന്നിലാണ് ഈ അപകടം സംഭവിച്ചത്. ചില നാട്ടുകാരൊക്കെ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ചേട്ടാ, നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്, ആഘോഷം നടന്ന സമയത്ത് ഉണ്ടായിരുന്നു? ഇല്ല, ഉണ്ടായിരുന്നില്ല. ആരെങ്കിലും ഉണ്ടായിരുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നു? ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇവിടെയാണല്ലോ ഈ അപകടം, ആ പോസ്റ്റിന് എങ്ങനെ പറ്റിയെന്ന് പറഞ്ഞ് കേട്ടില്ല. ഞാൻ ഉണ്ടായിട്ടില്ല, സ്ഥലത്തേ ഉണ്ടായിട്ടില്ല. അപ്പം ആ സമയത്തുണ്ടായിരുന്ന ആളുകളൊന്നും ഇപ്പോൾ ഇല്ല. ഇത് കേട്ടറിഞ്ഞ് സംഭവം അറിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തിയ നാട്ടുകാരാണ് ഇവിടെ ഇപ്പോൾ. എന്തായാലും പോലീസിൻ്റെയും ഫോറൻസിക്സിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുട്ടികളും മറ്റും കളിക്കുന്ന ഒരു ചെറിയൊരു ഗ്രൗണ്ടാണ്. അവിടെയാണ് ഈ ഒരു അപകടം സംഭവിച്ചത്. ആ അകത്താണ് ഈ കുട്ടികൾ പടക്കം ശേഖരിച്ച് അവിടെ വെച്ച് ഇങ്ങനെ കളിച്ചതിനിടയിൽ അപകടം പറ്റിയത്. നിങ്ങളിവിടെ കളിക്കുന്ന ഗ്രൗണ്ടാണോ ഇത്? സ്ഥിരം ഫുട്ബോൾ കളിക്കുന്ന ഗ്രൗണ്ടാണ്. നിങ്ങളുടെ കൂട്ടുകാരനാണോ ഈ അമാന്? പള്ളിയിൽ ഒരുമിച്ച് പള്ളിയിൽ പോകുന്നതാണ്. അമാൻ്റെ സുഹൃത്തുക്കളാണ്, നാട്ടുകാരാണ്. അവർ സ്ഥിരമായി കളിക്കുന്ന ഒരു കൊച്ചു ഗ്രൗണ്ടാണ്. അവിടെ വെച്ചിട്ടാണ് ഈ പടക്കം ഉപയോഗിച്ച് കുട്ടികൾ കളിച്ചത്. എന്തായാലും ഒരു പാർട്ടി ക്രാക്കറിനകത്ത് അവശേഷിച്ച പൊട്ടിയിട്ട് ബാക്കി വന്ന കുറേ പടക്കങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ട് കത്തിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത്. കല്ലിൻ്റെ ചീള് വന്ന കുട്ടിയുടെ കഴുത്തിൽ തറയ്ക്കുകയും ആ കുട്ടി ഗുരുതരമായി പരിക്കേൽക്കുകയും മരണപ്പെടുകയായിരുന്നു. എന്തായാലും ദാരുണമായ സംഭവമായിരുന്നു. ഈ സത്യപ്രതിജ്ഞാ ദിവസം തന്നെ ആഹ്ലാദത്തിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. ഉന്മേഷ്. അജീഷ് ജയകുമാറാണ് കണ്ണൂരിൽ നിന്ന് ഈ സങ്കടകരമായ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.